പ്രണയത്തിലൂടെ കടന്നു പോകാത്ത മനുഷ്യരില്ല. ഒന്നുകിൽ മനസ്സിലെങ്കിലും ഒരാളോട് പ്രണയം തോന്നാത്ത മനുഷ്യരില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അത് മേ ബി ആരും തുറന്നു പറയില്ല. ഒരു നോട്ടത്തിലെങ്കിലും എന്തെങ്കിലും കൊണ്ട് എത്ര ബന്ധങ്ങളൊക്കെ എല്ലാവരുടെ ഉള്ളിലും നല്ല ഭംഗിയായ പ്രണയം ഉണ്ട്. ഒരു ഉറുമ്പിന് പോലും അതില്ലാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഈ സിനിമയെ കല്ലെറിഞ്ഞോട്ടെ, അത്ര ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ, ഒരു മനുഷ്യാവസ്ഥയുടെ ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ എപ്പോഴെങ്കിലും പ്രണയത്തിൽ വീണവരുണ്ടാവും. അതില്ലാത്തവർ എനിക്ക് തോന്നുന്നില്ല, വളരെ വളരെ ചുരുക്കം ഉണ്ടാവുള്ളൂ. അത് അത്രയും ഭയങ്കര അതാണ് പക്ഷെ കാര്യം. അതിനുള്ള ധൈര്യം കാണിച്ചു കഴിഞ്ഞാൽ കുടുംബം അല്ലെ സമൂഹം ഇങ്ങനെയൊക്കെയുള്ള. പക്ഷെ ഈ സിനിമ നമ്മൾ പറഞ്ഞു വെക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു മെസ്സേജ് ഉണ്ട്. ആരെങ്കിലും പ്രണയിക്കാൻ തയ്യാറാവുകയാണെങ്കിൽ ഭയമില്ലാതെ പ്രണയിക്കപ്പെടാൻ പറ്റുന്നൊരു സാഹചര്യം അത് ഈ സിനിമ പറയാൻ ശ്രമിക്കുന്നുണ്ട്. ഒരു പക്ഷേ ഇതുവരെ ഇനി ആരെങ്കിലും പ്രണയിച്ചിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ സിനിമ കണ്ടതിന് ശേഷം പ്രണയം ഉള്ളിലെങ്കിലും ഒരു ഇത്തിരിയെങ്കിലും പൊട്ടി വരും. നാട്ടില് നാളെ വരാൻ പോണത് കുടുംബകലം ഉണ്ടാക്കാനുള്ള അതിപ്പോ സ്വന്തം ജീവിതം ഉണ്ടെങ്കിലും ചിലപ്പോ നടപ്പിലോ എടുപ്പിലോ അല്ലെങ്കിൽ അവരുടെ സ്വയസിദ്ധമായ കഴിവിലോ ഭാര്യ കൂടെ നടന്നു പോവുകയാണെങ്കിലും നോട്ടത്തിലെങ്കിലും ഒന്നും ഇഷ്ടപ്പെടാത്ത ഒരു മനുഷ്യര് എന്തോ മനുഷ്യ ഇങ്ങോട്ട് നോക്കുന്നത് അല്ല, പല അനുഭവങ്ങളും ഇല്ലേ പലർക്കും. അപ്പം ഒരു നോട്ടത്തിലെങ്കിലും പ്രേമിക്കാത്തവരില്ല. പക്ഷെ കല്യാണം കിട്ടുമായിരിക്കും എന്നാലും പറയാം. അതിനേക്കാളും ഉപരി എന്ന് വെച്ചാല് ഒരു പ്രായത്തിൽ നമ്മളൊക്കെ കല്യാണം കഴിയും. ഇപ്പോഴത്തെ നമ്മുടെ ഒരു സാമൂഹിക പശ്ചാത്തലം അനുസരിച്ച് വീട്ടുകാരൊക്കെ ആലോചിച്ചോ അല്ലെങ്കിൽ അത്യാവശ്യം കണ്ടോ ഒക്കെ ആയിരിക്കും ഈ കല്യാണമൊക്കെ കഴിയുന്നത്. അത് കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് പോകും. ഇത് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ മറ്റു പലരുമായിട്ട് ഇന്ററാക്ട് ചെയ്യുമ്പോൾ ചില ക്യാരക്ടറുകൾ നമ്മളെ നല്ലവണ്ണം ആകർഷിക്കും. അതാണ് ഈ സ്വാഭാവികമായിട്ടും അവരിലെ കാര്യം. നമ്മളുടെ ഒരു ചിന്താധാരക്ക് അല്ലെ നമ്മളുടെ ഒരു മനസ്സ് ആപ്റ്റാണെന്ന് തോന്നുന്നു. അപ്പൊ നമ്മൾ അവരേക്കുള്ളൊരു വേണ്ട മോനെ വേണ്ട മോനെ